നാളെ നവംബർ 5th ഫുൾ മൂൺ ഡേ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഫുൾ മൂൺ ഡേ ഇസ് സച്ച് എ പവർഫുൾ ഡേ. എനർജറ്റിക്കലി മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യാൻ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അട്രാക്ട് ചെയ്യാൻ, ക്ലെൻസ് ചെയ്യാൻ, ഹീൽ ചെയ്യാൻ, നമ്മൾ സ്വയം റീകണക്ട് ചെയ്യാൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ബട്ട് ഇതൊരു ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ വീഡിയോ അല്ല. ബട്ട് ഇത് നിങ്ങൾക്ക് ഫുൾ മൂൺ ഡേയിലും ചെയ്യാം, ഓർ ഏത് ദിവസം വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹവുമായി റീകണക്ട് ചെയ്യാൻ തോന്നുന്നത്. ബട്ട് യെസ്, ഫുൾ മൂൺ ഡേ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു സ്ട്രോങ് എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ഒരൊറ്റ ആഗ്രഹം എടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കണം, അത് നിങ്ങൾക്ക് ജേർണലിൽ എഴുതാം. ബട്ട് ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം, ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണലിലോ ഒരു ഫ്രഷ് പേജിൽ സെൻറ്ററിലായിട്ട് എഴുതി വെക്കാം നിങ്ങളുടെ ആ ആഗ്രഹം മാത്രം. ലൈക്ക് മൈ ഡ്രീം ജോബ്, മൈ ഡ്രീം കമ്പനി, മൈ ഡ്രീം റിലേഷൻഷിപ്പ്. നല്ല ഭംഗിയായിട്ട് എഴുതി വെക്കുക. റിമെമ്പർ, റൈറ്റ് ഇറ്റ് ഡൗൺ. ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ യുവർ മൈൻഡ് ബിക്കോസ് ഇറ്റ് ക്യാൻ ഫർഗെറ്റ് എനി ടൈം. മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ നോക്കരുത്. ഞാൻ മനസ്സിൽ വിചാരിച്ചോളാം, എനിക്കത് മതി. നോ, യു നീഡ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. എഴുതി വെക്കുക. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ഇതുവരെ ആ ആഗ്രഹത്തെ പറ്റി ഉള്ള ചിന്തകൾ എന്തൊക്കെയാണ്, ഫീലിങ്സ് എന്തൊക്കെയാണ്, എനർജീസ് എന്താണ്, ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങളുടെ ഒരു ബിലീഫ് എന്താണ്. അത് പ്രോബബ്ലി നിങ്ങളുടെ ആ ആഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി വിട്ടേക്കാം. ലെറ്റ് ദം ഗോ ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് ഫ്രഷ്. നമ്പർ 3, ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ആക്ഷനാണ് ഈ സമയം കൊടുക്കാൻ സാധിക്കാം. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം എവിടുന്ന് തുടങ്ങണമെന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ആളുകൾ ആ ഒരു ആഗ്രഹത്തെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാത്ത നോളജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഷാർപ്പെയിൻ ചെയ്യുക. അതാണ് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, what are you waiting for? Take action every single day without any expectation. You just focus on your action. ഇനി നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു. ഇനി നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിലല്ല ആ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൊടുക്കേണ്ട ആക്ഷൻ എന്താണ്? ഡിറ്റാച്ച്മെന്റ്. യെസ്, ആ ഒരു കാര്യത്തിന് ഒരു സ്പേസ് കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്നല്ല ഡിറ്റാച്ച്ഡ് ആവുന്നത്, ആ ഒരു കാര്യത്തിനോടുള്ള കറന്റ് ഇമോഷനിൽ നിന്നാണ് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നത്. നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻ നിന്നാണ് ഡിറ്റാച്ച്ഡ് ആവുന്നത്. ആൻഡ് നിങ്ങൾ സ്പേസ് കൊടുക്കുകയാണ്.